ശ്രീ ജയരാജ് സർ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്തിനാണ് നാം ക്ഷേത്രത്തിൽ പോകുന്നത്? അവിടെ ഭരിക്കാൻ എന്ന് പറഞ്ഞ് കയറിയിരിക്കുന്നവരുടെ തോന്നിവാസം കണ്ട് അതനുസരിച്ച് ആ താളത്തിന് തുള്ളാലാണോ? രണ്ട്, അങ്ങും ശബരിമലയിലടക്കം ക്ഷേത്രങ്ങളിൽ പോയിരുന്നു എന്ന് പറയുന്നു. ഞങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ മാനിക്കൂ സർ, ഞങ്ങളുടെ വികാരത്തെ മാനിക്കൂ സർ. അവിടെ നിങ്ങൾ എന്തിന് അതിൽ കയറി ഒരു 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 കുളം കലക്കൽ നടത്തുന്നു? ഉദ്ദേശം എന്താണ്? രണ്ട്, ഈ ചോദ്യം ഉന്നയിച്ചതിന് പിന്നിൽ കാര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരാളുടെയും പേര് പറയാതെ ഞാൻ പറയുന്നു, പല പ്രമുഖ ദേവസ്വം ബോർഡുകളുടെയും തലപ്പത്ത് കൊണ്ടുവച്ചിരിക്കുന്നത് ആരെയാണ്? ഒന്നുകിൽ സ്വന്തം ഭരിക്കുന്ന പാർട്ടിയിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ടയാൾ, അതല്ലെങ്കിൽ പാലം വലിച്ച് പരാജയപ്പെടുത്തിയയാൾ, ഇത് അവിടെ മാത്രമല്ല പലയിടത്തും കൊണ്ടിരുത്തിയിരിക്കുന്നത്, അതല്ലെങ്കിൽ അക്കരെ പച്ച കണ്ട് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഇക്കരെ ചാടി വന്നയാൾക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം. അതാണോ സാർ ദേവസ്വം ബോർഡുകൾ? അതാണോ സാർ, അങ്ങനെയുള്ളവരാണോ സാർ ഇതിൻ്റെ തലപ്പത്തിരിക്കേണ്ടത്? അതോ വിശ്വാസികളെ അറിയുന്ന, വിശ്വാസങ്ങൾ അറിയുന്ന, ദൈവത്തെ അറിയുന്ന, ദൈവഹിതം അറിയുന്നവരാണോ ഇരിക്കേണ്ടത്? ജയരാജൻ. അതിനു മുമ്പ് എനിക്ക് ആദ്യമേ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഈ കല്ലുമുള്ളും കാലക്കത്തെ എന്ന് പറഞ്ഞതിനെ മിസ്കോട്ട് ചെയ്യേണ്ടായി. 3 പേരും അതിനെ മിസ്കോട്ട് ചെയ്യേണ്ടായി. ഞാനതിനെ സതുദ്ദേശത്തിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഈ റോപ്പ് വേ ഏർപ്പെടുത്തുന്നതിൻ്റെ കാര്യം, ശബരിമലയിൽ റോപ്പ് വേ അത് സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. നമുക്ക് പളനിയിലാവാം, നമുക്ക് തിരുപ്പതിയിലാകാം. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ശബരിമലയിലായിക്കൂടാ? കാര്യം ഈ നമ്മളിപ്പം വളരെ രൂഢമൂലമായ വിശ്വാസങ്ങൾ നിൽക്കുന്ന പല തീർത്ഥാടന സ്ഥലങ്ങളിലും, ഉദാഹരണത്തിന് ഒരു 25 വർഷത്തിന് മുമ്പുള്ള തീർത്ഥാടന സൗകര്യങ്ങളല്ലല്ലോ മെക്ക മദീനയിൽ ഇപ്പോൾ ഉള്ളത്. അതുപോലെ അല്ലല്ലോ വാറ്റിക്കാൻ സിറ്റിയിലുള്ളത്, അതുപോലെ അല്ലല്ലോ ജെറുസലേമിലുള്ളത്. അവിടെയാണെങ്കിൽ 3 മത വിശ്വാസികളാണ്, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ. ഇവർ 3 പേരും അവരുടെ പുണ്യഭൂമിയായിട്ട് കാണുന്ന സ്ഥലമാണ്. അവിടെ പോലും വിശ്വാസികളുടെ സൗകര്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളിൽ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ്. പിന്നെ കൃപാസനത്തിലേക്ക് സൗജന്യമായി KSRTC ബസ് വിടുന്നതെന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു പുതിയ അറിവാണ്. അത് ഇന്ന് ക്ലാരിഫൈ ചെയ്താൽ കൊള്ളായിരുന്നു അതിനെക്കുറിച്ച്. അത് കളവാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരിക്കലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ആരും സൗജന്യമായി, പ്രത്യേകിച്ച് KSRTC, നഷ്ടത്തിലോടുന്ന KSRTC സൗജന്യ യാത്ര അനുവദിക്കുമെന്നൊക്കെ പറയുന്നത് അതിശയോക്തിയായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഗുരുവായൂരപ്പനെ മൈതാനത്തിൽ കൊണ്ടുവയ്ക്കാമെന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഗുരുവായൂരപ്പനെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അമ്പലപ്പുഴയെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആക്രമണത്തിനെ ഭയന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നെടുത്ത് അമ്പലപ്പുഴയെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ. അപ്പോൾ അതൊന്നും പുത്തരിയൊന്നുമല്ല. ഇപ്പോൾ അവിടെ വെച്ച് അങ്ങനെ മാറ്റി വയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഗുരുവായൂരപ്പൻ അവിടെ തന്നെ മാത്രമാണ് ഇരുന്നിട്ടുള്ളത് എന്നുള്ള വാദത്തിനെ ഖണ്ഡിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ശശികല ടീച്ചറോട് വിനയത്തോടു കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്പലപ്പുഴയിൽ കുറേ നാളുണ്ടായിരുന്നു. എപ്പോഴാണ് ആക്രമണങ്ങളുണ്ടായ സമയങ്ങളിൽ? അത് ചരിത്രരേഖയാണ് ശശികല ടീച്ചർ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ഏകാദശി, ഈ തന്ത്രി കുടുംബം എന്നൊക്കെ പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ തന്ത്രി കുടുംബം എന്നൊക്കെ പറയുന്നത് ജന്മന കിട്ടുന്ന ഒരു സാധനമാണല്ലോ. ചാതുർവർണ്ണ വ്യവസ്ഥിതിയിൽ അടിസ്ഥാനപ്പെടുകയുള്ള ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഒരു ഭാഗമായിട്ടാണ് വിശ്വാസ ദർശനങ്ങളെ കാണുന്നതെങ്കിൽ അത്തരം വിശ്വാസങ്ങൾക്ക് ഞാൻ എതിരാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, ആരാണ് വിശ്വാസി, ആരാണ് ഭക്തി എന്ന് ഫിലോസഫിക്കലായിട്ടുള്ള ക്വസ്റ്റ്യനിൽ തികച്ചും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാനത് ചോദിച്ചത്. അതല്ലാതെ ആരെയും എനിക്ക് എവിടെന്നെങ്കിലും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. അവിടെ ഒരു മണലിൽ ശിവക്ഷേത്രമുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിലൊരു സാംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയിൽ പരിപാടിയുടെ ഗാനമേളയുടെ ഭാഗമായിട്ട് രാത്രിയിൽ മൈക്ക് സിസ്റ്റം കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ സ്പീക്കറും വെച്ചിട്ട് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഒരു പാട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുറേ അധികം സ്ത്രീകൾ, രാത്രി 2 മണി ആയതേ ഉള്ളൂ, വയസ്സായ സ്ത്രീകൾ, വൃദ്ധരായ സ്ത്രീകൾ, അവർ വന്ന് അമ്പലത്തിന് മുമ്പിൽ നിൽക്കുന്നു. അമ്പലം തുറന്നോ എന്ന് എന്നോട് ചോദിച്ചു. ഞാനാണ് മൈക്ക് സെറ്റ് ഓൺ ചെയ്തത്. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ശരിക്കും അവർ അമ്പലത്തിലെ പാട്ട് കേട്ട്, അമ്പലം തുറക്കുന്നത് കേട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവർക്ക് വെളുപ്പാങ്കാലമായി അമ്പലത്തിൽ പാട്ട് വെച്ചതാണെന്ന് കരുതി ഈ പാവങ്ങൾ ഇറങ്ങി വന്നതാണ്. അന്ന് എനിക്ക് മനസ്സിലായി എത്രമാത്രം വിശ്വാസികളുള്ളൊരു സ്ഥലമാണ് കേരളമെന്ന്. അതുകൊണ്ട് അത്തരം അനുഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പണ്ട് സോവിയറ്റ് യൂണിയനിൽ ആകപ്പാടെ പള്ളികളെല്ലാം പൊളിച്ചു കളഞ്ഞപ്പോൾ അവിടുത്തെ ഭരണാധികാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടുത്തെ ഭക്തരായ ആളുകൾ എവിടെ പോയി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്.
ഒരു അമ്പലം കൂടി പൊളിച്ചു കളഞ്ഞാൽ അത്രയും വിശ്വാസം അന്ധവിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞത് സി കേശവനാണെങ്കിലും അതിനൊരു മറുവശം കൂടെ ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിശ്വാസികൾക്കെതിരല്ല, എൻ്റെ അഭിപ്രായങ്ങൾ വിശ്വാസികൾക്കെതിരല്ല. പക്ഷേ ഇത്തരം വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാകുമ്പോൾ, ആചാരങ്ങൾ അനാചാരങ്ങളാകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ട തന്നെ വേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങയുടെ വാദങ്ങൾക്ക് മറുപടി ഉടൻ ഉണ്ടാകും.